അല്ല, ഓല് ഉദ്ദേശവും ഒക്കെ തന്നെയാണ്. അതിനൊക്കെ ചർച്ച വിളിച്ച് കിട്ടിയ കഴിച്ചിലായി. കാരണം ഈ ഒരു സംഘം ഉണ്ടാക്കിയതിന് ശേഷം ഓലെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പം പിന്മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഓല് കുറച്ചൊരു ടീം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയൊക്കെ ഒരു ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിച്ച് കിട്ടിയാൽ, ഇത് കൗതുകനായി കിട്ടിയാൽ നന്നായി ഉത്തർക്കുക ഓല്. പക്ഷെ ഓല് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സമസ്ത പ്രവർത്തകർ ഈ ടീമിനെ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓല് എങ്ങനായി ഉള്ളിൽ കയറി കൂടിയാലും അതിനൊരു കണക്കുണ്ട്. ഓലെത്രത്തോളം സമസ്ത പ്രവർത്തകർ പരിഗണിക്കുന്നുള്ളതും ഓലെന്തൊക്കെ ചെയ്യുന്നുള്ളതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ലാഭം നഷ്ടമൊക്കെ ഉള്ളത് പ്രതിസന്ധി ഘട്ടത്തിൽ സമസ്തനെ പിന്നിൽ നിന്ന് കുത്തിയ ടീം എന്നുള്ള നിലക്ക് എത്രത്തോളം സമസ്ത പ്രവർത്തകർ ഇവരെ അംഗീകരിക്കും എന്നുള്ളത് കണ്ടറിയണമാണ്. അപ്പോൾ അതുകൊണ്ട് ഒഴിഞ്ഞിപ്പോൾ ഔത്തായാലും പുറത്തായാലും ഒക്കെ ഒരേപോലെയാണ്. ഏതായിരുന്നാലും തൽക്കാല ഓല സമിതി ഒരിക്കൽ പിരിച്ചിടാനുള്ളൊരു കാരണം പറയാനായിരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ചർച്ച എന്താണ്, ചർച്ച കൂടെ ആയിക്കോട്ടെ, ഞങ്ങളെ സമിതി പിരിച്ചിട്ടോളാറ് എന്ത് ചെയ്യും, നൈസായിട്ട് ചെയ്യുന്നു, അല്ലാണ്ട് ഊരാന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യം. പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ അടുത്ത ഇലക്ഷൻ വരാൻ നിൽക്കുക, പഞ്ചായത്തും നിയമസഭയ്ക്ക് വരാൻ. അല്ലെങ്കിൽ തന്നെ ഭരണമില്ലാത്ത 8 വർഷമായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഏതായിരുന്നാലും ഇത് പരിഹരിക്കാതെ പോയാൽ അതിൻ്റെ പ്രയാസങ്ങളൊക്കെ പാർട്ടിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഓലെന്തായാലും എന്തെങ്കിലും ഇവരെ കൂടാനൊന്നും സാധ്യതയില്ല. കാരണം പുതിയൊരു സംഘം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ആരും അംഗീകരിക്കാൻ തയ്യാറാവില്ല. അപ്പം പിന്നെയുള്ള മാർഗ്ഗം തന്നെ എങ്ങനെയൊക്കെ ആയിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചു വിട്ടുക. അപ്പോൾ അതെങ്ങനെയൊക്കെ ഇങ്ങോട്ട് മറ്റുള്ളവരെ കൊണ്ട് പ്രസ് ചെയ്യിപ്പിക്കുക, സംസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരോടൊക്കെ ബന്ധപ്പെട്ട് അത് നിർത്തിപ്പിച്ചാണ് ചർച്ചയ്ക്ക് വിളിക്കുക. അങ്ങനെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പറയാം, ഞങ്ങളെ സംഘം ഞങ്ങൾ പിരിച്ചുവിടുകയാണ്, കാരണം സമസ്ത ഞങ്ങളെ പരിഗണിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, പിരിച്ചുവിടുക. അങ്ങനെ നൈസായിട്ട് എന്ത് ചെയ്യുക, ഇതാണ് ഊര. ഇങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കി കേട്ടോ. എനിക്കറിയില്ല, എൻ്റെ ഒരു വളരെ കറക്റ്റ് കേട്ടോ. കാരണം ഇവരിതുകൊണ്ട് കുടുങ്ങിക്കണം. മറ്റേ വാലുള്ള ജന്തുവിന്റെ കൗത്തിലെ കൊടം കുടുങ്ങിയ മാതിരി അയക്കണം. ഊരാനും വയ്യ, അതേറ്റ് മുന്നോട്ട് പോകാനും വയ്യ. ഇതാണ് അവസ്ഥ. കാരണം ഇവരെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഒക്കെ പിന്മാറി. കാരണം ഇതിന്റെ മുന്നിക്ക് വെക്കപ്പെട്ട ഈ ആളുകളുണ്ടല്ലോ, ഇവർ സമൂഹത്തിൽ പരിഹാസ്യപാത്രങ്ങളായി മാറി. അതോടുകൂടെ തന്നെ ഇതിന് പിന്തുണ വേക്കുന്ന അറിയിച്ച ആളുകളൊക്കെ മെല്ലെ തടിയൂരി. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ നടന്നിട്ടുള്ള ഒരു നാടകമാണ്, വലിയ നാടകം. അതാർക്കും തിരിയില്ല എന്നാണ് ഇവരെ വിചാരം. ഇവരാദ്യം പത്രസമ്മേളനം പ്രഖ്യാപിച്ചിട്ട് അത് നടത്താൻ വേണ്ടിയിട്ടല്ല, നടത്തിയാൽ ഇവർ വിശദീകരിക്കും തോറും സങ്കീർണമാവുന്ന നാട്യോസ്താവ് പറഞ്ഞാൽ ഇവർ പറയും തോറും ഇവൾക്ക് കൊളാകാണ്. അപ്പം ഇവരൊരിക്കലും ഇനി പത്രസമ്മേളനം നടത്തൂല, അത് ഉറപ്പാണ്. പക്ഷെ ആ പത്രസമ്മേളനം പ്രഖ്യാപിച്ചിട്ട് ഒരു ഓലപ്പാമ്പ് കാട്ടിയിട്ട് സമസ്തനെങ്ങനെ പേടിപ്പിക്കാന്ന് വിചാരിച്ച്. പക്ഷെ സമസ്ത അതിന് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഇവരെന്നെ ഇങ്ങോട്ട് ഒരു ന്യൂസ് ഉണ്ടാക്കി, സമസ്ത വഴങ്ങി. ആർക്ക്? ഈ ഞാഞ്ഞൂലുകൾക്ക് സമസ്ത വഴങ്ങുക, സമസ്ത എന്നുള്ള ആധികാരിക പണ്ഡിത സഭ വഴങ്ങി. അപ്പം ഇവരുടെ തന്നെ പെയ്ഡ് ന്യൂസ് വരുന്ന ചാനലുണ്ടല്ലോ, മീഡിയ 1, അതിൽ ഇവരെന്നെ വാർത്ത കയറ്റി, സമസ്ത വഴങ്ങി, ഇരുകൂട്ടരെ ചർച്ചയ്ക്ക് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. യാതൊരുവിധ സത്യവും ഇതിലില്ല. കാരണം ഇങ്ങനൊരു ചർച്ച മുന്നേ സമസ്ത തീരുമാനിച്ചത്. അത് ഈ ചർച്ച, ഇങ്ങനൊരു ചർച്ച നേരത്തെ ഡേറ്റ് ഫിക്സ് ചെയ്തതായിരുന്നു. അന്ന് നടക്കാൻ കഴിയാതെ പോയത് സാദിഖ് അലി തങ്ങൾ ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ടാണ്. മൂപ്പര് വന്നിട്ടാക്കുക എന്ന് കരുതിയിട്ടാണ് അടുത്ത ദിവസത്തേക്ക് ചർച്ച മാറ്റിവെച്ചത്. അതെന്നോ തീരുമാനിച്ചതാ. അപ്പം അതിനെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഇവർ ന്യൂസ് ഉണ്ടാക്കി. അതോടുകൂടെ എന്തായി, ഇവരിതിൽ നിന്ന് മുങ്ങാനുള്ള ഒരു മാർഗം ഉണ്ടാക്കുകയും ചെയ്ത്. ഇതൊക്കെ ഇവിടെ ചോറ് തിന്നൊക്കെ തിരിയില്ലേ. ഇപ്പം എന്തായി, ഇവർക്ക് അഡ്ഹോക്ക് കമ്മിറ്റി എന്ന് ആദ്യം ഇവർ പിരിച്ചുവിടേണ്ടി വരും എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടായി. പക്ഷെ ഈ അഡ്ഹോക്ക് കമ്മിറ്റി പോലും പിരിച്ചുവിടാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇവർ വഷളായി പോവുകയാണ്. കാരണം ഇവർ ഉന്നയിച്ച ആവശ്യങ്ങൾ, സമസ്തന്റെ മുന്നാകെ ഇവർ ഉന്നയിച്ച ആവശ്യങ്ങൾ 3 എണ്ണമാണ്. ഒന്ന്, ആദർശ സമ്മേളനങ്ങൾ നിർത്തിവെക്കണം. ആദർശ സമ്മേളനം നിർത്തിവെക്കുക എന്നതല്ല, ഒന്നെങ്കിൽ ഇവരെ കൂട്ടിയിട്ട് നടത്തണം. ഇവരെ കൂട്ടിയിട്ട് നടത്തണം. ആര്? ഈ ജബ്ബാറാജി, മായിനാജി, ഈ സമദ പൂക്കോട്ടൂര്, ഇവരൊക്കെ എവിടെയെങ്കിലും ആദർശം പറയണ നിങ്ങൾ കേട്ടണം. ആദർശ സമ്മേളനത്തിൽ ഇവരെ വിളിക്കണോണ്ട് യാതൊരു തിരക്കടില്ല. പക്ഷെ ഇവരെവിടെയെങ്കിലും ആദർശ പ്രസംഗം നടത്തുന്ന പരിചയമുള്ള ആളുകളല്ലേ വിളിക്കുക. ഓരോരോ പണിക്കും അതിൻ്റെതായ ആളുകളില്ലേ.
ആ ആളുകളെല്ലാം വിളിക്കുക. അപ്പോൾ അതൊരു വിഭാഗീയതയായിട്ട് കാണാൻ പറ്റുമോ? കാരണം ഇവർക്കത് പരിചയമില്ലല്ലോ. എന്നിട്ട് അതിനെയാണ് ഒരു വിഭാഗീയ പ്രവർത്തനമായിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കണത്. അപ്പം ഇവർക്ക് പ്രശ്നം എന്താ വെച്ചാൽ ആദർശം പറയാൻ പാടില്ല, ആദർശം നിർത്തിവെക്കുക. അത് സമസ്ത ഒരിക്കലും നിർത്തിവെക്കാൻ പോണില്ല. അത്തരം പരിപാടികളിലേക്കെത്തി ഇവരെ ഇനി ക്ഷണിക്കാനും പോണില്ല പ്രവർത്തകർ. കാരണം ഇവരെ എന്താണ് വരുന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞ്. മറ്റൊരു കാര്യം ഇവർ പറഞ്ഞത് ഉമർ ഫൈസിനെ മുശാവറയിൽ നീക്കണം എന്നാ. അത് നീക്കിയിട്ട് നിങ്ങൾ കാണും. അതൊരിക്കലും നടക്കാൻ പോണ കാര്യമല്ല എന്ന് ഇവർക്ക് നന്നായിട്ട് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഉമർ ഫൈസിക്കുള്ള സമസ്തയുള്ള സ്വാധീനവും ഉമർ ഫൈസി ആരാ എന്നുള്ളതും ഒക്കെ ഇവർക്ക് അറിയാം. അപ്പോൾ ആവേശത്തിന് പുറത്താണ്ട് പറയാന്നല്ലാതെ, അല്ലെങ്കിൽ ആരെങ്കിലും താല്പര്യത്തിന് വേണ്ടിയിട്ടത് വിളിച്ചു പറയാ. പക്ഷെ അത് നടക്കൂല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. മൂന്നാമത്തെ കാര്യമാണ് ആദ്യമായിട്ട് തൂറ്റിയത്. അതായത് സുപ്രഭാതത്തിനെതിരെ നടപടിയെടുക്കുക. അതിപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ വാർത്ത വന്ന് സുപ്രഭാതത്തിൽ ആ വാർത്ത കൊടുത്തവരെ ശാസിച്ച് വിട്ടുന്നു. അപ്പോൾ ഒരു നടപടിയും കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാകൂല എന്ന് ഇവർക്ക് എന്തായാലും ഉറപ്പാണ്. അപ്പോൾ ഇവർ ലക്ഷ്യം വെക്കുന്ന ചില ആളുകളുണ്ട്, അവരതിന്ന് മാറ്റുക എന്നൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സുപ്രഭാതത്തിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് ഇവർ ലക്ഷ്യം വെക്കുന്ന ആളുകളെ മാറ്റുക, അവരെ ഇവർ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കുറേ ആയി. അപ്പോൾ അതിനി നടക്കൂല എന്ന് ഉറപ്പായി. കാരണം സംസ്ഥാനത്തെ തീരുമാനം ഇന്നലെ പത്രത്തിൽ വന്ന്, ഇന്നലെ മിഞ്ഞാന്നായിട്ട് അവരെ ശാസിച്ച് വിട്ടുന്നു. അപ്പോൾ അതവിടെ സമസ്ത തീരുമാനാക്കി. അതുകൊണ്ട് ഇവരുടെ പ്രമേയത്തിന് ഇനിയൊരു പ്രസക്തിയില്ല. ഒന്നെന്തായാലും തൂറ്റിപ്പോയി. ഇനി രണ്ടെണ്ണം ഇതുപോലെ തൂറ്റിപ്പോകാൻ നിൽക്കുകയാണ് അടുത്ത ദിവസം, അടുത്ത സമസ്തൻ്റെ മുശാവറ യോഗം വരുന്ന ദിവസം. അപ്പോൾ അതിനു മുമ്പ് ഇവർക്ക് എങ്ങനെയാലും രക്ഷപ്പെടണം. ഇവരുടെ ഒന്നും നടക്കാൻ പോകണില്ല എന്ന് വളരെ കൃത്യമായിട്ട് നമ്മളെക്കാട്ടി മുന്നേ ഇവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതെന്തേലും കാട്ടിക്കൂട്ടണമല്ലോ ഇനി ഇവരുണ്ടാക്കി വെച്ച ഈ പൊല്ലാപ്പ്. അതിന് വേണ്ടിയിട്ട് ഇന്ന് മീഡിയ വണ്ണിൽ വാർത്ത കയറ്റിയതാണ്. അല്ലാതെ യാതൊന്നും ഇതിൻ്റെ പിന്നിലില്ല. ഈ ഞാനൂലുകൾക്ക് വേണ്ടിയിട്ട് സമസ്ത വഴങ്ങി കൊടുക്കുകയും ഇല്ല.